ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശിനോട് യാത്ര പറഞ്ഞ് നമ്മുടെ മാളവിക പോകാൻ ഇറങ്ങുമ്പം ആദർശും നയനയും മാളവികയോട് പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിയെപ്പറ്റിയും അല്ലെങ്കിൽ എതിരാളികൾ എത്ര ശക്തന്മാരാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതൊക്കെ തനിക്ക് അറിയാമെന്നും താൻ അതിനനുസരിച്ച് തന്നെയാണ് അവിടെ നിൽക്കുന്നതെന്നും മാളവിക ആദർശിനോടും നയനയോടും പറയാം. എൻ്റെ കാര്യം ഓർത്ത് സാർ ഒരിക്കലും പേടിക്കേണ്ട, വിഷമിക്കേണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ആദർശ് നയന ഇങ്ങനെ കുറച്ചൊക്കെ സമാധാനമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് മാളവിക എവിടെ നിന്ന് പോവുകയും ചെയ്തു. മാളവിക എവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നയന ആദർശിനോട് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുവാണ്. അപ്പോൾ ആദർശ് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ആ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യവും പറഞ്ഞു. അങ്ങനെ ആദർശം നയനയും കൂടി അവിടെ നിന്ന് മാളവിക പോയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയാനായിട്ട് ആകാംക്ഷാഭരിതരായിട്ട് അവിടെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മാളവിക AN ജ്വല്ലറിയിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഡേവിഡ് മുതലാളി അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് മാളവിക എത്തുവാണ്. മേ കമിൻ സാറിന് ചോദിക്കും. കയറി വരാൻ പറഞ്ഞു. താനെന്താടോ ഇത്രയും വൈകിയത്? തന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ട് താനിങ്ങനെ കയറിയ ഉടനെ തന്നെ നിരുത്സാഹം കാണിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ഡേവിഡ് ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്യുമ്പം, സാർ അങ്ങനെ സാറ് പറയരുത്. എനിക്ക് ഇവിടെ കമ്പനിയിൽ ഇരുന്ന് തന്നെ വർക്ക് ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ. എനിക്ക് വീട്ടിലിരുന്നാണെങ്കിലും തരുന്ന ജോലി ഞാൻ ഭംഗിയായി ചെയ്ത് തീർത്താൽ പോരേന്ന് ചോദിച്ചു. അതെന്ത് വേണമെങ്കിലും തനിക്കാകാം, പക്ഷേ പറയുന്ന ടൈമിനുള്ളിൽ പറയുന്ന സാധനം ഞങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തരണം. അതിനാണ് തന്നെ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത് എന്ന് ഇയാൾ പറയണം. അപ്പോൾ അതെനിക്കറിയാം സാർ. പഞ്ച്വാലിറ്റി എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാളല്ലെന്നും പറയുന്ന അതേ സമയത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് എന്നും പറഞ്ഞു. വാചകടി കൊണ്ട് മാത്രം കാര്യമായില്ല, അത് പ്രവർത്തിച്ചും കൂടെ കാണിക്കുമ്പോഴേ ഞങ്ങൾക്കത് വിശ്വാസം ആവുകയുള്ളൂ എന്നും അയാളിങ്ങനെ പറയുവാണ്. ആട്ടെ, അതൊക്കെ പോട്ടെ, താൻ ഞാൻ പറഞ്ഞ ഡിസൈൻ റെഡിയാക്കി കൊണ്ടുവന്നു എന്ന് ചോദിച്ചു. കൊണ്ടുവന്നു സാർ, ഇത് നോക്കാൻ പറഞ്ഞു. മാളവിക അതെടുത്ത് ഇയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇയാൾ എന്നിട്ട് ഇതിങ്ങനെ നോക്കുക. ഇയാൾക്ക് ഇതിനെപ്പറ്റി ABCD അറിയില്ലല്ലോ. അപ്പോൾ ABCD അറിയാത്ത ഇയാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേയൊക്കെ നോക്കി മറിച്ചും തിരിച്ചൊക്കെ നോക്കി. അപ്പോൾ എങ്ങനെയുണ്ട് സാർ, പറഞ്ഞ അതേ രീതിയിൽ തന്നെ വന്നിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഒപ്പിക്കാം, കുഴപ്പമില്ല. സാർ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. ഈ ഡയമണ്ടിനെ പറ്റിയും അല്ലെങ്കിൽ സ്വർണത്തിനെ പറ്റിയൊക്കെ ഇത്രയും ഗ്രാഹ്യമുള്ള സാറ് ഇതുപോലൊരു ഡിസൈൻ കണ്ടിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് ചെയ്യുന്ന എനിക്ക് ഭയങ്കര നിരാശയാണ് കേട്ടോ സാർ എന്ന് പറയാം. എടോ, ഞാൻ തന്നോട് പറഞ്ഞില്ലേ, ഇതിപ്പം ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഞാനിത് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എൻ്റെ മുകളിലുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവർ കണ്ടിത് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ എനിക്കും ഇത് തന്നോട് നല്ലതാണെന്ന് പറയാൻ പറ്റൂ. എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ അവരുടെ ഇഷ്ടം കൂടി നമ്മൾ നോക്കണമല്ലോ എന്ന് പറഞ്ഞു. എന്തായാലും ആദ്യത്തെ ഡിസൈൻ സാറ് പറഞ്ഞില്ലായിരുന്നു അത്ര തരക്കേടില്ലെന്നേ ഉള്ളൂ, അത്ര ഗംഭീരമൊന്നും അല്ലാന്ന്. പക്ഷേ സാറ് പറഞ്ഞ് മുകളിലിരിക്കുന്നവർ തന്നെ അത് അടിപൊളിയാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പിന്നെ ഇതും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ എന്ന് ചോദിച്ചു. അതിപ്പോൾ അന്ന് പറഞ്ഞെന്ന് കരുതി അതിനോടൊപ്പം ഇത് പറയണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്തായാലും ഞാൻ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ അവർക്കൊന്ന് അയച്ചു കൊടുക്കട്ടെ, അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, സാറിൻ്റെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാളവിക ഇങ്ങനെ നിൽക്കുന്നു. ഡേവിഡ് ആ ഫോട്ടോ എടുത്ത് നാഗേന്ദ്രൻ അയച്ചു കൊടുക്കുന്നു. നാഗേന്ദ്രൻ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നാഗേന്ദ്രൻ്റെ മകളും കൂടി ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര രസം, ഭയങ്കര ഇഷ്ടം. അപ്പോൾ അന്ന് വരച്ചതിൻ്റെ ഡബിൾ ഇരട്ടി നല്ലതാണ് ഇത് എന്ന് നാഗേന്ദ്രൻ അന്നേരത്തേക്കും മകളോട് പറയുവാണ്. എന്നിട്ട് എക്സലൻസ്, സൂപ്പർ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് ഈ ഡേവിഡിന് അയച്ചും കൊടുത്തു. അപ്പോൾ ഡേവിഡ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എക്സലൻ്റ് എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്, ഇനിയിപ്പോൾ എന്നാ ചെയ്യും, ഞാനാണ് ഇങ്ങനെ പറഞ്ഞും പോയി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പം റിപ്ലൈ വന്നോ സാർ എന്ന് മാളവിക ചോദിച്ചു. വന്നു, നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലടോ, എനിക്കും ഈ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാനിത് ഓവർ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇനി അവരെ ഇത് കാണിച്ചു കഴിയുമ്പോൾ അവരിത് മോശമാണെന്ന് പറഞ്ഞാൽ തനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ തന്നോട് ആ രീതിയിൽ പറഞ്ഞു. താൻ എന്നോട് നീരസമൊന്നും വിചാരിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഒരിക്കലും ഇല്ല സാർ, എൻ്റെ ബോസ് അല്ലേ സാറ്, സാർ എന്തു പറഞ്ഞാലും അതിൽ നീരസം വിചാരിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ വർക്ക് കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചോയ്സ് ആയിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മാളവിക പറഞ്ഞു. എന്നാൽ ശരി, ഓക്കെ, എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അവർ 100% ഇതിൽ സന്തോഷവാന്മാരാണ്. ഒരു കാര്യം ചെയ്താൽ അടുത്ത വർക്കിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ക്യാബിനിലേക്ക് പോയിക്കോ, ബാക്കി കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്നും പറഞ്ഞു. മാളവിക എന്നിട്ട് അവിടെ നിന്ന് പോകും. അപ്പോൾ മാളവിക അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തോടു കൂടി ഇയാളിങ്ങനെ ഇരിക്കും. ഇപ്പോൾ ആൾ ചില്ലറക്കാരി അല്ലല്ലോ. അപ്പോഴത്തേക്കും ഡേവിഡ് നേരെ ഈ നാഗേന്ദ്രനെ വിളിച്ചു. അയാളെ വിളിച്ചിട്ട്, സാർ ആ ഡിസൈൻ വരയ്ക്കുന്ന കുട്ടി ഭയങ്കര ബ്രില്യൻ്റ് ആണല്ലേ സാർ എന്ന് ചോദിക്കുമ്പം, അത് പറയാനുണ്ടോളൂ, നയനയെ പൂട്ടണമെങ്കിൽ അവൾ നമ്മളോടൊപ്പം തന്നെ വേണം. ഒരു കാരണവശാലും അവൾ നമ്മളെ ഇട്ടിട്ട് പോകാനുള്ള സാഹചര്യം താനോ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളോ ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ
അവൾ നമ്മുടെ കൂടെ ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ച വേണമെങ്കിലും അവളുടെ കാര്യത്തിൽ അവിടെ ചെയ്തു കൊടുത്തു, അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി കൂടുതൽ സമയം ക്യാബിനിലിരുന്നല്ല വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാനാണ് പുള്ളിക്കാരിക്ക് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്ന രീതിയിൽ ഈ ഡേവിഡ് പറയുമ്പം ആയിക്കോട്ടെ, അവർക്ക് അങ്ങനെയാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അവരതങ്ങ് ചെയ്തോട്ടെ, അവരെ ഫുൾ ഫ്രീഡത്തിന് അങ്ങ് വിട്ടുകൊടുത്തേക്കുക. നമ്മൾ പിടിച്ചു കെട്ടി വെക്കുമ്പോൾ ഒരു പക്ഷെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ അവരെ അവരുടേതായ ഓരോ മൈൻഡ് സെറ്റിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറം ഉള്ളത് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രൻ ഇങ്ങനെ ഇയാളോട് പറയാം. ഓക്കെ സാർ പറയുന്നത് പോലെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാമെന്ന് ഡേവിഡ് പറഞ്ഞു. അങ്ങനെ ആ കാര്യം സെറ്റായി. അത് കഴിഞ്ഞപ്പോൾ അച്ഛനും മോളും കൂടി അവിടെ ഇരുന്ന്, മാളവിക നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ വിഷു നമ്മൾ തൂക്കിയത് തന്നെയല്ലേ വെച്ചാൽ അത് നേരത്തെ തീരുമാനമായതല്ലേ മോളെ. പിന്നെ മാളവിക വന്നതോടുകൂടി ആ ഒരു വിജയത്തിന് ഡബിൾ ഇരട്ടി സ്ട്രോങ്നെസ് കൂടും, സന്തോഷം കൂടും എന്ന് മാത്രം. അപ്പോൾ നയനയും അതുപോലെ നയന കളക്ഷൻസും ശരിക്കും പൊളിഞ്ഞു അല്ലേ വെച്ചാന്ന് ചോദിക്കുമ്പോൾ സംശയമുണ്ടോ മോളെ, ഇനി നയന കളക്ഷൻസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, അത് മുടിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെ നാഗേന്ദ്രൻ ഇങ്ങനെ മകളോട് പറയുക. അങ്ങനെ അതൊക്കെ കേട്ട് മകൾ ഭയങ്കര സന്തോഷവതിയായിട്ട് അങ്ങനെ ഇരിക്കുവാണ്. എന്തായാലും അമിത ആത്മവിശ്വാസം ആപത്തിലേ കൊണ്ടെത്തിക്കുമെന്ന് കേട്ടിട്ടില്ലേ, ആ സംഭവം തന്നെയാണ് ഇവിടെയും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സാഹചര്യം നിലനിൽക്കെ പിന്നീട് അനന്തപുരിയിൽ ഭയങ്കര കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നവ്യ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് വേറൊന്നുമല്ല, അബിയെ ഇപ്പോൾ എൻ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകണം ജോലിക്കായിട്ട്. അപ്പോൾ ആരും അതിന് സമ്മതിക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് ഇവൾ ഭയങ്കര ഡയലോഗൊക്കെ ഇറക്കി ഭയങ്കര ഇതായിട്ട് എങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രശ്നവും കാര്യങ്ങളും എല്ലാം ദേവയാനി നയനയെയും ആദർശനെയും വിളിച്ചറിയിച്ചു. അപ്പോൾ അവരെ വിളിച്ചറിയിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്കിത് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ പോവട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഒരു കാരണവശാലും അവളെയും അവനെയും ഇവിടെ താമസിച്ചുകൊണ്ട് എൻ ജ്വല്ലറിയിലേക്ക് ഞാൻ വിടില്ല എന്ന് ദേവയാനി കട്ടായം പറയുക. അങ്ങനെ അവളും അവനും പോവണ്ട എന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ച രീതിയിൽ പറയുവാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അത് ചെയ്യാനുള്ള വഴിയൊക്കെ എനിക്കറിയാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി പൊരുതാൻ തന്നെ ഇറങ്ങിയിരിക്കുക. അനന്തപുരിയിലും നവ്യയും ദേവയാനിയും തമ്മിൽ ഭൂലോക യുദ്ധമാണ്, ലോകമഹായുദ്ധം എന്നൊക്കെ പറയുന്നത് പോലെ. ദേവയാനി ഒട്ടും വിട്ടുകൊടുക്കില്ല, അതുപോലെ തന്നെ നവ്യ അത്രയും കൂടെ വിട്ടുകൊടുക്കില്ല. ഇതിനിടയിൽ പെട്ട് നമ്മുടെ അഭി ഇന്നല്ലെങ്കിൽ നാളെ അഭിയുടെ കള്ളക്കളി നവ്യ തിരിച്ചറിയണം. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് അമ്മ വിളിച്ചു പറയും എന്നുള്ള കാര്യം ദേവയാനി ഈ വിളിച്ച് പറഞ്ഞതിന് ശേഷം നയന ആദർശനോട് പറയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും ആദർശേട്ടാന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവളെ നിയന്ത്രിക്കാൻ അവന് കഴിയാത്തിടത്തോളം അവൻ്റെ കാൽച്ചൂട്ടിലെ മണ്ണ് ഒലിച്ചു പോവുക തന്നെയാണ്, അവനിട്ടുള്ള പണി അവൻ തന്നെ ഉണ്ടാക്കുകയാണെന്നും പറഞ്ഞു. നവ്യെ പിരികേറ്റി വിട്ടിട്ട് ഇവനൊന്നും അറിയാത്തതുപോലെ നിൽക്കുന്നതാ, അവനാണ് ഇതിനകത്ത് സൂത്രധാരനെന്നും ആദർശ നയനയോട് പറയുവാണ്. അനുഭവിക്കട്ടെ. ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അമ്മ അവളോട് സത്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണെങ്കിൽ വിളിച്ചു പറയട്ടെ, നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും ആദർശ നയനയോട് പറയണേ. ഈ സമയത്ത് നയന എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കനക ഒരു ദിവസം നയനയെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക വീട്ടിൽ. അങ്ങനെ ഗോവിന്ദേട്ടനും കനകയും കൂടി പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി മകൾക്കരികിലേക്ക് പോകുന്ന ഗോവിന്ദേട്ടനോട് നയനമോളുടെ കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണമെന്നും താൻ വേണമെങ്കിൽ 2 ദിവസം അവിടെ നിന്നോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇതൊക്കെ പോയി കൊണ്ട് കൊടുത്തിട്ട് വരാമെന്നൊക്കെ പറയാം. അങ്ങനെ കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ പറഞ്ഞിട്ട് എനിക്കും വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഈ തിരക്കിനിടയിൽ എനിക്ക് വരാൻ പറ്റത്തില്ല എന്നൊക്കെ ഗോവിന്ദേട്ടൻ അന്നേരം പറഞ്ഞു. സാരില്ല ഗോവിന്ദേട്ടാ, ഇനി നമുക്ക് പിന്നെ ആണെങ്കിലും പോകാമല്ലോ, ഞാനിപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഇത്രയും ദിവസമായില്ലേ മോള് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട്, ഞാനായിട്ടൊന്നും ചെയ്തു കൊടുത്തില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കനക ഇനി പലഹാരപ്പൊതിയൊക്കെ ആയിട്ട് നയനയെ കാണാനായിട്ട് ചെല്ലുന്നു. അവിടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചു. നയന വന്ന് വാതിൽ തുറന്ന സമയത്ത് അമ്മയെ കണ്ടപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷം. ഇതെന്താ അമ്മ ഒരു മുന്നറിയിപ്പില്ലാതെ ഓടിയൊക്കെ പോകുന്നതെന്ന് ചോദിച്ചു. അത് കൊള്ളാം, എനിക്ക് നിന്നെ കാണാൻ വരണമെങ്കിൽ മുന്നറിയിപ്പിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ മോളേന്ന് ചോദിക്കുക. അല്ല അമ്മ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്തായാലും നീ ഇങ്ങോട്ട് മാറി താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം വരണം എന്നും വിചാരിക്കും. പിന്നെ നന്ദൂട്ടനാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞൊരു സമയത്തൊക്കെയല്ലേ കയറി വരുന്നത്. അവൾ കയറി വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കാനൊക്കെ ഞാൻ തന്നെ വേണമല്ലോ, അതുകൊണ്ടാണ് മോളെ ഒന്നും നിന്ന് തിരിയാൻ പോലും സമയമില്ലാത്തതെന്നൊക്കെ പറഞ്ഞു. അതിന് ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ അമ്മയെന്ന് പറയുമ്പോൾ, നീ പരാതിയൊന്നും പണ്ടേ പറയാറില്ലല്ലോ, അതാണ് നിൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ് ഇറങ്ങി വന്നു. മോനെ എന്നെ ഉണ്ട് വിശേഷമെന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുക. അമ്മേ, നന്ദു
എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പം നന്ദോട്ടിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ഇടയായിട്ട് എന്തോ ഒരു വിഷമം അവളെ തട്ടിയിട്ടുണ്ട്. അവൾക്ക് എന്തോ ഒരു ഭയങ്കര നിരാശ ഉള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. നിരാശയോ? എന്ത് നിരാശ? അങ്ങനെ ഒരു നിരാശ വരാനുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ അനിയുടെ എന്തെങ്കിലും കാര്യമാണോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പം അതിന് അനിയും അവളും തമ്മിൽ ഇപ്പോഴും ബന്ധമൊന്നും ഇല്ലല്ലോ. എനിക്കാണെങ്കിൽ ഇപ്പം നിന്ന് തിരിയാൻ പോലും സമയമില്ല. അപ്പോൾ ജ്വല്ലറി കാര്യങ്ങൾ മുഴുവൻ അവനല്ലേ നോക്കുന്നതെന്നൊക്കെ ആദർശ്. അങ്ങനെയൊന്നും പറഞ്ഞ് നമുക്ക് വിശ്വസിച്ച് ഒഴിഞ്ഞു മാറിയിരിക്കാൻ പറ്റില്ല മോനെ. അവർ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നതെന്ന് കനക പറയുമ്പോൾ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നടക്കില്ലെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ നന്ദുവിനോട് പറഞ്ഞിട്ടുള്ളതല്ലേ അമ്മേ, അതുകൊണ്ട് അവൾ അതിനൊന്നും മുതിരത്തില്ലെന്ന് നയന പറയാട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ കാര്യം, അതായത് ഈ നവ്യ അവിടെ കിടന്ന് പൊരുത്തുന്ന കാര്യം പറയുവാണ്. അപ്പോൾ അബി AN ജ്വല്ലറിയിൽ ജോലിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നവ്യ എന്നുള്ള കാര്യം നയന ഇങ്ങനെ പറഞ്ഞു. അവൾ സത്യം അറിയാത്തിടത്തോളം ഇതിങ്ങനെ തന്നെ തുടരുമെന്നും അവൾ അനന്തപുരി തറവാട് മുച്ചൂട് മുടിക്കുമെന്നുള്ള കാര്യവും കനക പറയുക. എന്ന് കരുതി നമുക്കങ്ങനെ പറയാൻ പറ്റുമേ? ചേച്ചിയുടെ പ്രതികരണം എന്താകുമെന്ന് നമുക്കറിയില്ലല്ലോ, ചേച്ചി എന്ത് ചെയ്യുമെന്നും നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അറിയും എന്നുള്ള, അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ ഒതുങ്ങിയിരുന്നതെന്നും ഇനിയും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് കാര്യങ്ങൾ കിട്ടില്ല എന്നും കനക പറയാം. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സത്യം അറിയണം മോളെ എന്ന് പറഞ്ഞു. അതൊന്നും വേണ്ടമ്മ, ഇപ്പം അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല എന്നും പറഞ്ഞു. അപ്പോൾ അനന്തപുരി തറവാട്ടിലെ ദുരന്തങ്ങളും അതുപോലെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കനകയ്ക്ക് ഭയങ്കര സങ്കടമായി. പിന്നെയാണെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ അതൊക്കെ സംസാരിച്ച് അങ്ങ് വിട്ടു ആ വിഷയം. അത് കഴിഞ്ഞ് പിന്നെ മകൾക്കാണെങ്കിൽ പലഹാരങ്ങളും കാര്യങ്ങളെല്ലാം എടുത്ത് കൊടുത്ത് മരുമോനും കൊടുത്ത് കുറേ നേരം അവിടെ ഇങ്ങനെ നിന്ന് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മകൾക്ക് ഇനി വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് കനക ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊക്കെ മക്കളോട് ഇടപെട്ടൊക്കെ അങ്ങനെ അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു തറവാട്ടിൽ ഈ വഴക്കും വക്കാണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ആകെ തലവേദന എടുത്തിരിക്കുക. മുത്തശ്ശി വന്നിട്ട് മുത്തശ്ശനോട് ഇദ്ദേഹം ഇതൊന്നും കാണുന്നില്ലേന്ന് ചോദിച്ചു. ഇവിടെ കിടന്ന് നവ്യ ഉണ്ടാക്കുന്ന ഭൂകമ്പങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ സത്യം അറിയാത്ത തുള്ളലല്ലേ, അതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ അബിയേയും കൊണ്ട് AN ജ്വല്ലറിയിലേക്ക് പോകാനായിട്ടാണ് നവ്യ ഈ കളി മുഴുവൻ കളിക്കുന്നതും ദേവയാനിയാണെന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. ദേവയാനിയെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അവളായതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയാം. അബിക്ക് ദോഷമാണ് നവ്യ ഇങ്ങനെ ഈ പിരികേറ്റി വിടുന്നത്. അവൻ്റെ തോന്നിവാസങ്ങളെല്ലാം എല്ലാവരുടെയും നാവൻ തുമ്പത്തുണ്ട്. അതൊന്ന് വിളിച്ചു പറഞ്ഞാൽ അവിടെ തീർന്നു അബിയെന്ന് പറയുന്നവൻ്റെയും അവൻ്റെ അമ്മയുടെയും ജീവിതം തന്നെ. അങ്ങനെയുള്ളപ്പോൾ അവൻ ശരിക്കും അവളെ മര്യാദയ്ക്ക് നിർത്തേണ്ടതാണെന്നുള്ള രീതിയിലൊക്കെ പറയുക. അതിപ്പോൾ അവളോടൊന്നും പറയാനും പറ്റത്തില്ല. അവൾ പറയുമ്പോൾ അവനതിനെ ഓച്ചാനിച്ച് നിൽക്കാനല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൾ അവനോട് കാരണം ചോദിക്കുമ്പോൾ അവൻ എന്താണ് കാരണം പറയാനുള്ളത്? അതുകൊണ്ട് അവനിപ്പോൾ ശരിക്കും പെട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അവൻ ഇനിയും അനുഭവിക്കാനിരിക്കുന്നതല്ലേ ഉള്ളൂ എന്ന് മുത്തശ്ശൻ പറയാം. ഈ കുടുംബവും നമ്മുടെ ജ്വല്ലറിയും എല്ലാം ഈ പരുവത്തിലാകാൻ ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഒറ്റുകാരനായിട്ട് നിന്നത് അവനാണെന്ന് എനിക്ക് അറിയാമെന്നുള്ള കാര്യവും മുത്തശ്ശിയോട് പറയുന്നു. എന്നിട്ടും പിന്നെ എന്തിനാ അവനെ ഇവിടെ ഇങ്ങനെ വെച്ചു വാഴിക്കുന്നതെന്നുള്ള രീതിയിൽ മുത്തശ്ശി ചോദിക്കുമ്പോൾ അവനെ പുറത്താക്കാനുള്ള സമയം വരട്ടെ, ആ സമയത്ത് നമുക്ക് ചെയ്യാം എന്ന് മുത്തശ്ശിയോട് പറയുന്നു. അങ്ങനെ അനന്തപുരിയിലെ ഇപ്പം നടക്കുന്ന യുദ്ധത്തിനൊന്നും മുത്തശ്ശനോ മുത്തശ്ശിയോ ചെവി കൊടുക്കുന്നില്ല. അവരിതൊന്നും ആ ഭാഗത്തേക്ക് പോലും പോകുന്നില്ല കേട്ടോ. അപ്പോൾ ജലജയാണെന്നുണ്ടെങ്കിൽ ആരുടെയും സൈഡ് നിൽക്കാൻ പറ്റാതെ ഇങ്ങനെ ഇതൊക്കെ കണ്ടു നിന്ന് ആസ്വദിക്കുക. അപ്പോൾ ദേവയാനിയും നവിയും തമ്മിൽ അടി വെക്കുന്നു. ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദേവയാനി ജലജയ്ക്ക് മുട്ടം പണികൾ തന്നെ കൊടുക്കുന്നുണ്ട്. ദേവയാനി ഇത് ജലജയുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു, ഇവിടെ അവളെ പിരികേറ്റി വിടുന്ന നീ നിൻ്റെ മോനും കൂടെയാണെന്ന് എനിക്കറിയാം, എന്നിട്ട് നീ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ്, നിന്നെയൊക്കെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കാൻ ഞാൻ വിടുമെന്നാണോ നീയൊക്കെ കരുതിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ കൊച്ചിൻ്റെ സകല പണിയും അഭിയെക്കൊണ്ടും ജലജയെക്കൊണ്ടും ചെയ്യിക്കുകയാണ് ദേവയാനി. അത് പോരാഞ്ഞിട്ട് അനന്തപുരിയിലെ സകല പണികൾ അങ്ങനെ അമ്മയും മോനെയും അവിടെ ഇട്ട് വട്ടക്കൊട്ടയിൽ വെള്ളം കോരിക്കുകയാണ്. ആ ഒരു രീതിയിൽ ദേവയാനി തൻ്റെ പകരം വീട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നവ്യ ആണെന്നുണ്ടെങ്കിൽ അഭിയെക്കൊണ്ട് ജോലി ചെയ്യിക്കുകയാണെന്നും പറഞ്ഞ് അടുത്തത്, നീ ഇവിടെ കിടന്ന് വീട്ടുപണി ചെയ്ത് തീരേണ്ട ഒരു ജന്മമൊന്നും അല്ലടാ, നീ വാ, നിനക്ക് ഞാൻ ജോലി മേടിച്ച് തരാം, നിന്നെ കൊത്തിക്കൊണ്ട് പോകാൻ AN ജ്വല്ലറിക്കാരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നവ്യ അവിടെ ഇറക്കി. അബിക്കാണെങ്കിൽ പേടിയായിട്ട് ഒരു രക്ഷയില്ല, അനങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത രീതിയിൽ അബി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും അബിക്ക് മനസ്സിലായി അധികകാലം ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോക്ക് നടക്കില്ല. എന്നിട്ട് ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകയുടെ കോള് നവ്യയുടെ ഫോണിലേക്ക് വരുന്നത്. അപ്പോൾ നവ്യയുടെ ഫോണിലേക്ക് വന്ന സമയത്ത് ഫോൺ നവ്യ എടുത്തു. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മയോടും തറതലയാണ്, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു,
ആരോടും പറയാതെ നീ എന്നെ ഒന്ന് കാണാൻ വരണമെന്ന് കനക നവ്യയോട് പറയാം. എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല എന്ന് നവ്യ പറയുമ്പോൾ നിനക്ക് സംസാരിക്കാനില്ലായിരിക്കാം, പക്ഷേ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. നീ ഞാൻ വിളിക്കുന്നിടത്തേക്ക് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സ്ഥലവും പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു കനക. അപ്പോൾ ആരോടും പറയരുതെന്നും കനക പറഞ്ഞിരുന്നു. അപ്പോൾ നവ്യ ഇങ്ങനെ അമ്മ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് ആലോചിക്കുക. എന്നിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. ഈ സമയത്ത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കനക ഈ കാര്യം നവ്യയോട് വിളിച്ചു പറയുന്നതിനെ പറ്റി ഗോവിന്ദേട്ടനോടും കൂടെ ആലോചിച്ചായിരുന്നു. എന്നിട്ടാണ് നവ്യയെ വിളിക്കുന്നത്. അപ്പോൾ അവൾ എന്ത് പറഞ്ഞു എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പോൾ അവൾ എന്നോട് ചൂടാകുമായിരുന്നു. ഗോവിന്ദേട്ട, എനിക്കൊന്നും പറയാനൊരു അവസരം പോലും അവൾ തരുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ കട്ടായം പറഞ്ഞു വന്നെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഇനിയും നമ്മളിങ്ങനെ മിണ്ടാതിരുന്നാൽ അല്ലെങ്കിൽ ഈ വിവരങ്ങളൊക്കെ അവളെ അറിയിക്കാതിരുന്നാൽ അവൾ അനന്തപുരി നശിപ്പിക്കും. അതുപോലെ തന്നെ ആദർശിൻ്റെയും നയനയുടെയും ജീവിതവും അവൾ നശിപ്പിക്കുമെന്നുള്ള കാര്യം പറയുക. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ഇതെല്ലാം പറഞ്ഞ് കനകയെ ഗോവിന്ദേട്ടൻ നവ്യയെ കാണാനായിട്ട് പറഞ്ഞു വിടുവാണ്. എന്നിട്ട് നവ്യ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന നമ്മുടെ കനക അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോൾ അച്ഛൻ നന്ദുവിനോട് ഈ വിവരം പറഞ്ഞു. നന്ദുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദു അത് നയനയോട് പറഞ്ഞു. നയനയ്ക്കാണെങ്കിൽ ആകെ വെപ്രാളം കയറി. നയനയാണെന്നുണ്ടെങ്കിൽ അന്നേരത്തേക്ക് ആദർശേട്ടനോട് പറഞ്ഞു, അമ്മ ആകെ അബദ്ധമാണല്ലോ കാണിച്ചത്, അമ്മ ഇത് പറയാൻ പാടില്ല, ഇത് പറയാൻ അമ്മയ്ക്കൊരു അവസരം കൊടുക്കരുത്, അതിന് മുമ്പ് നമ്മളിവിടെ എത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. ഈ സമയം നമ്മുടെ കനകയും നവ്യയുടെ അടുത്ത് എത്തി. നവ്യ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എന്താ കാണണമെന്ന് പറഞ്ഞേ, അമ്മയ്ക്ക് നിനക്കെന്താ ഇപ്പം ഞങ്ങളോട് ഇത്രയ്ക്ക് ദേഷ്യം എന്ന് ചോദിക്കുമ്പം അമ്മയ്ക്കും അച്ഛനും അല്ലെങ്കിൽ നന്ദുവിനൊന്നും എന്നെയല്ലല്ലോ വേണ്ടത്, ആദർശം എന്ന് പറയുന്നവനെയും നയനയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ കുറ്റപ്പെടുത്തി പറയുമ്പം നവ്യേ, ആരിത് പറഞ്ഞാലും നീ ഇത് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് കൊണ്ട് എന്താ തെറ്റ്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുകേടായിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ അതെല്ലാം ഈ നവ്യ ഇങ്ങനെ തറുതലയായിട്ട് പറയുമ്പോഴത്തേക്കും നിൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് നയനയും ആദർശം ഇത്രയും കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞു. പുതിയ കഥകളുമായിട്ട് വന്നിരിക്കുകയാണോ ചോദിക്കുമ്പോൾ ഒരു കഥയുമല്ല, നിൻ്റെ ഭർത്താവിൻ്റെ വിഴുപ്പാണ് ഈ ആദർശം ചുമക്കുന്നതെന്ന് പറയാം. അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഇനിയും നിനക്ക് മനസ്സിലായില്ലേ, ചന്തുമോള് ആദർശിൻ്റെ കുഞ്ഞല്ല. അപ്പോഴത്തേക്ക് നവ്യ ഒന്ന് ചിരിച്ചു. നീ പുച്ഛിച്ച് തള്ളണ്ട, ചിരിക്കണ്ട, ഞാൻ പറയുന്നത് സത്യമായ കാര്യമാണ്. ചന്തുമോള് അബിക്ക് അനഘയിലുണ്ടായ കുഞ്ഞാ. നിൻ്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി ഇത്രയും ആക്ഷേപവും അപമാനവും നിൻ്റെ നാവിൽ നിന്നെല്ലാം കേട്ടിട്ടും മിണ്ടാതെ നയനയും ആദർശം നിൽക്കുന്നത് നിനക്കും നിൻ്റെ കുഞ്ഞിനും അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കാനും നീ ഒരാപത്തിൽ ചെന്ന് പെടാതിരിക്കാനും നിൻ്റെ ജീവിതവും ജീവനും സംരക്ഷിക്കാനും വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് തെളിവ് സഹിതം കനക അങ്ങ് പറഞ്ഞു. അതുപോലെ തന്നെ ഇനിയും നിനക്ക് സംശയമാണെങ്കിൽ നീ DNA ടെസ്റ്റിന് ഇപ്പോൾ ഇതുണ്ടല്ലോ, നീ കൊണ്ടുപോയി നടത്താൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് കനക വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും നവ്യ ഞെട്ടി. അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കനക അവിടുന്ന് പോകുകയും ചെയ്തു. ആ സെക്കൻഡ് നേരം കൊണ്ടാണ് അങ്ങോട്ടേക്ക് ആദർശം നയനയും കൂടെ വരുന്നത്. അവർ രണ്ടുപേരും കൂടെ വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് നവ്യ അവിടുന്ന് പോകാം. ചേച്ചി എന്ന് വിളിച്ച് നയനയും ആദർശം അങ്ങ് ചെന്നെങ്കിലും നവ്യ നേരെ വണ്ടിയിലേക്ക് കയറി. തല പുകഞ്ഞാണ് പോകുന്നത്. അമ്മ പറഞ്ഞു ഓരോ വാക്കുകളും നവ്യ ഇരുന്ന് ആലോചിച്ച് അനന്തപുരിയിലെത്തി. ഈ സമയത്ത് നവ്യ അവിടെ പോയതാടാന്നും ചോദിച്ചുകൊണ്ട് ജലജയും അബിയും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നീ അവളെ വളരെയേറെ സൂക്ഷിക്കണം, അതുപോലെ തന്നെ അവളെ ഇങ്ങനെ ഇവരുടെ മുന്നിൽ കയറൂരി വിട്ടേക്കരുത്, ആരുടെയെങ്കിലും നാവ് പഴച്ചാൽ തീർന്നു തുടങ്ങിയ ഡയലോഗൊക്കെ അമ്മയും മോനും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സമയത്താണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ അവൾ വന്നിട്ടുണ്ട്, നീ അവളുടെ വരവ് കണ്ടിട്ട് അത്ര പന്തിയല്ലല്ലോടാ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ എന്നൊക്കെ അമ്മ ഇങ്ങനെ മോനോട് ചോദിക്കും. നീ ഒരു കാര്യം ചെയ്യ്, വേഗം അവളുടെ അടുത്തേക്ക് പോ, അവളുടെ മനസ്സിൽ എന്താ, അവൾക്ക് എന്നാ പറ്റിയെന്ന് ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് പേടിയാമ്മ, ഇനി അവൾ വല്ലത് അറിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ ചോദിച്ചു. അവൾ അറിയാനൊന്നും വഴിയില്ല, നീ AN ജ്വല്ലറിയിൽ വല്ല പ്രശ്നമാണോ കാര്യങ്ങളാണോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യും, നീ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അബിയെ നവ്യയുടെ അരികിലേക്ക് പറഞ്ഞു വിടുന്നു. നവ്യേ എന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹത്തിൽ ചെല്ലുമ്പോൾ ഇവനെ കണ്ടപ്പോൾ തന്നെ നവ്യയ്ക്ക് ഭയങ്കര കലിപ്പ്. പക്ഷെ നവ്യ മരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും നിന്നില്ല. ഇനി നവ്യ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഇനി അനന്തപുരിയുടെ തലവര വേറൊരു രീതിയിൽ മാറ്റി എഴുതാൻ പോവുകയാണ്. ഒരു സൈഡിൽ AN ജ്വല്ലറിക്കാർ അനന്തപുരിയെ തച്ചുടയ്ക്കുമ്പോൾ ഇപ്പുറ സൈഡിൽ നവ്യ സത്യങ്ങളെല്ലാം അറിഞ്ഞു. ഇതെല്ലാം കണ്ട് മിണ്ടാണ്ടിരിക്കുവോ, അതിനി മിണ്ടാതിരിക്കുവോ, മിണ്ടുവോ എന്നൊക്കെയുള്ളത് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ കഴിയുന്നൊരു വിഷയമാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുവാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ.